ക്ഷീരകർഷകരെ അവഗണിക്കുന്നു. 10 വർഷത്തിനിടെ ക്ഷീരകർഷകരുടെ എണ്ണത്തിൽ പകുതിയോളം കുറവ്. ജില്ലയിൽ 10 വർഷത്തിനിടയിൽ ക്ഷീരകർഷകരുടെ എണ്ണത്തിൽ 50% കുറവ് രേഖപ്പെടുത്തി. ഏറ്റവും കുറവുണ്ടായത് കുട്ടനാട്ടിലാണ്. ക്ഷീരമൃഗങ്ങളുടെ എണ്ണത്തിൽ 20% കുറവുണ്ടായി. എന്നാൽ ക്ഷീരോത്പാദനം വലിയ തോതിൽ ഉയരുകയും ചെയ്തു. 2015-26 45,000-ലധികം പശുക്കൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2020-21 വർഷം 41,040 ചുരുങ്ങി. ഇപ്പോൾ അത് 38,500 കുറഞ്ഞിരിക്കുകയാണ്. മിൽമ സംഘങ്ങളിൽ പാലളക്കുന്ന കർഷകർ 5 വർഷം മുൻപ് വരെ 18,000 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8,742 കർഷകരാണ് ഉള്ളത്. സംഘത്തിൽ പാലളക്കാത്ത ക്ഷീരകർഷകർ 20,000-ലേറെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പകുതി പോലും ഇല്ലെന്നാണ് അധികൃതർ തന്നെ പറയുന്നത്. കറവമൃഗങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെങ്കിലും ക്ഷീര ഉൽപാദനം ഇരട്ടിയോളമായതായി അധികൃതർ പറഞ്ഞു. നിലവിൽ നിത്യേന സംഘത്തിൽ 25 ലക്ഷം ലിറ്റർ പാലാണ് അളക്കുന്നത്. ഇത്രത്തോളം തന്നെ സ്വകാര്യ വ്യക്തികൾ വീടുകൾക്കും ഹോട്ടലുകൾക്കും നൽകുന്നുണ്ട്. ചെലവിന് ആനുപാതികമായി ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്തതും കാലിത്തീറ്റ വില കുത്തനെ ഉയർന്നതും പാൽ ഉൽപാദനം ചെലവേറിയതാക്കി. ഇത് മനസ്സിലാക്കി ക്ഷീരകർഷകരെ സമാശ്വസിപ്പിക്കാൻ 10 വർഷം ഭരിച്ച സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുമാണ് കർഷകർ പറയുന്നത്.